നിലവിലെ കരാർ തന്നെ, അതായത് ഇപ്പോഴുള്ള കരാർ തന്നെ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കില്ല എന്ന് അമേരിക്കയ്ക്കും ഇറാനും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇറാനിയൻ ഭരണകൂടം എന്താണെന്നും അവർക്ക് എന്താണ് വേണ്ടതെന്നും കൃത്യമായ ധാരണയോടെയാണ് ട്രംപ് ഭരണകൂടം ഈ ചർച്ചകളിൽ പ്രവേശിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇറാന് ഉദ്ദേശമുണ്ട് എന്ന് അമേരിക്കൻ ചർച്ചാ സംഘത്തിലെ പോലും ആർക്കും വിശ്വാസമില്ല എന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ ഭരണകൂടത്തിന് ഹിതമായിട്ടുള്ളവ മാത്രമേ അവർ ചെയ്യൂ. അത് ഏത് കരാറായാലും അങ്ങനെയാണ്. അതിൽ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായവ ഉണ്ടെങ്കിൽ അവ ലംഘിക്കപ്പെടുക തന്നെ ചെയ്യും. ചില സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ ഇറാൻ ചർച്ചകൾ നടത്തും, ഉടമ്പടികൾ ഒപ്പിടും. എന്നാൽ ഭീഷണി അഥവാ സമ്മർദ്ദം ഒഴിവായാൽ വീണ്ടും അവർ പഴയപടിയാകുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചർച്ച കൊണ്ട് എന്താണ് കാര്യം? അടിയും തിരിച്ചടിയും ഒക്കെയായി ഇങ്ങനെ തുടരുമ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം യാഥാർത്ഥ്യമാകുമോ? സങ്കീർണമായ ഒരു സാഹചര്യമാണ്. ചോദ്യവും അതുപോലെ സങ്കീർണമാണ്. ചർച്ചകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇരു കൂട്ടർക്കും, അതായത് ഇറാൻ്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും ഈ സംഘർഷം ആത്യന്തികമായി അവസാനിക്കുന്നതിനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിച്ച് കാണുന്നില്ല. മുൻകാല അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടു ഭാഗത്തും കംപ്ലയിൻസ് ഉണ്ട്. അമേരിക്ക പറയുന്ന മുൻപ് തങ്ങൾ ഇറാനുമായി കരാറിൽ ഏർപ്പെട്ടതാണ്, പക്ഷേ കരാറിൻ്റെ വ്യവസ്ഥകൾ, അത് ആണവ കരാറാണ്, വ്യവസ്ഥകൾ പാലിക്കാൻ ഇറാൻ തയ്യാറായില്ല. അപ്പോൾ ഇറാൻ ഏകപക്ഷീയമായി കരാറിൻ്റെ വ്യവസ്ഥകൾ ലംഘിച്ചു, അതുകൊണ്ട് തങ്ങൾ കരാറിൽ നിന്ന് പിൻവാങ്ങി. അത് അമേരിക്കയുടെ പരിഭവം. രണ്ട്, ഇറാൻ്റെ പരിഭവം നിരന്തരമായി ചർച്ചകൾക്കായി ക്ഷണിക്കുകയും ചർച്ചകൾ എന്ന പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുകയും സമാന്തരമായി ഇറാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഉപരോധവും അതേപോലെ തന്നെ ആക്രമണവും നടത്തുന്ന അമേരിക്കയുടെ പദ്ധതി. അപ്പോൾ അമേരിക്കയുടെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളും ഒരുമിച്ച് കൺവേർജ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇറാൻ്റെ പ്രയോറിറ്റീസ് വളരെ വ്യക്തമാണ്. പ്രയോറിറ്റി നമ്പർ 1, ഇറാന് സുരക്ഷിതത്വം വേണം. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഇസ്രയേലിന് സുരക്ഷിതത്വം വേണം. ന്യായമാണ്, ഇസ്രയേൽ സുരക്ഷിതത്വം വേണം എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ പറയേണ്ടതാണ് ഇറാൻ എന്ന രാജ്യത്തിനും ഈ ഭൂമുഖത്തെ എക്സിസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്. ഇറാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇറാൻ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ചില ദ്വീപുകളുടെ മേൽ ഗൾഫ് രാജ്യങ്ങളുമായി ചില അവകാശ തർക്കങ്ങളുണ്ട്. ചില ഗ്യാസ് ഫീൽഡുകളുടെ മേൽ എൻക്രോച്ച് ചെയ്യുന്ന, കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻക്രോച്ച് ചെയ്യുന്ന ചില വാതക പാടങ്ങളുടെ മേൽ ചില അവകാശവാദങ്ങളും കൗണ്ടർ ക്ലെയിംസും ഒക്കെ ഉണ്ട്. അത് ഒഴിവാക്കി നിർത്തിയാൽ ഇറാൻ നെവർ എവർ ക്യാപ്ചേർഡ് ദി പ്രോപ്പർട്ടി ഓഫ് അനദർ സ്റ്റേറ്റ്, ലാൻഡ് ഓഫ് അനദർ സ്റ്റേറ്റ്. അത് കുവൈറ്റിൻ്റെ ആകട്ടെ, ഇറാഖിൻ്റെ ആകട്ടെ, സൗദിയുടെ ആകട്ടെ, ഏതെങ്കിലും രാജ്യത്തിൻ്റെയും ലാൻഡ് കവർന്നെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇറാന് സാമ്രാജ്യത്വ മോഹങ്ങളുണ്ടെന്നോ എക്സ്പാൻഷൻസ് നയങ്ങളുണ്ട് എന്നോ കരുതാനാവില്ല. അതാണ് ഇറാൻ പറയുന്ന ഒരു പെർസ്പെക്റ്റീവ്. രണ്ടാമത് ഇറാൻ്റെ താല്പര്യം എന്ന് പറയുന്നത് തങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അത് സംരക്ഷിക്കാൻ തങ്ങൾക്ക് മാത്രം കഴിയില്ല. തങ്ങളുടെ മെയിൻ ത്രെട്ട് വരുന്നത് ഇസ്രയേലിൽ നിന്നുമാണ്. ആ ത്രെട്ട് നള്ളിഫൈ ചെയ്യാൻ ഇസ്രയേലിന് ചുറ്റും തങ്ങളുടെ ഒരു സ്വാധീന സംഘമുണ്ടാകണം. നമുക്കവരെ പ്രോക്സീസ് എന്ന് വിളിക്കാം വേണമെങ്കിൽ. ഹൗതീസ് ഇൻ യമൻ, ഹിസ്ബുള്ള ഇൻ ലെബനൻ, നോർത്ത് ഓഫ് ഇസ്രായേൽ, ആൻഡ് ഓൾസോ ഹമാസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് പാലസ്റ്റീൻ, അതായത് ഗാസയിൽ. ഈ 3 സംഘങ്ങളെ ഇറാൻ എക്കാലത്തും സഹായിച്ചിരുന്നു. അവരെ ഇനി മുതൽ സഹായിക്കില്ല എന്ന വ്യക്തമായ ഉറപ്പ് നാളിതുവരെ ഇറാൻ നൽകിയിട്ടുമില്ല. അപ്പോൾ ഇറാൻ്റെ അതിലൊക്കെ ചിലതൊക്കെ ഷിയ മിലീഷ്യകളാണ്, ചിലതൊക്കെ സുന്നി മിലീഷ്യകളാണ്, അല്ല എങ്കിൽ സായുധ സംഘങ്ങളാണ്. ഇറാനുമായി അടുത്ത് നിൽക്കുന്നവരെ ഇറാൻ സഹായം എക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. അവർ ഇസ്രായേലിനെതിരെ പോരാടിയിട്ടുമുണ്ട്, അത് സത്യമാണ്. പക്ഷേ അതിന് കാരണങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ഇറാൻ പറയുന്നു തങ്ങളുടെ താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ദേശീയ സുരക്ഷ, പരമാധികാരം. ആ പരമാധികാരത്തിനും ദേശീയ സുരക്ഷയ്ക്കും നേരെ നിരന്തരമായി ആക്രമണം ഉണ്ടാകുന്നു. അതുണ്ടാകുന്ന 2 കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഒന്ന് ഇസ്രായേൽ എന്ന കേന്ദ്രം, മറ്റൊന്ന് ഒരുപാട് താവളങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ ഒരുപാട് താവളങ്ങൾ. അത് അമേരിക്കയുടെ താവളങ്ങളാണ്. നാവിക താവളങ്ങൾ, വ്യോമതാവളങ്ങൾ, മറ്റ് സൈനിക താവളങ്ങൾ. ഈ താവളങ്ങൾ തങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ്. ഈ താവളങ്ങൾ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ശാശ്വത സമാധാനം പ്രതീക്ഷിക്കേണ്ടതില്ല. അത് സ്വാഭാവികമല്ലേ?
കാരണം ഇറാൻ ഒരു ത്രെട്ടാണ് എന്ന് കരുതുന്നത് ആരാണ്? ഇസ്രായേൽ മാത്രമാണ്. അറബ് രാജ്യങ്ങളല്ല. അറബ് രാജ്യങ്ങളുമായി അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിന് തെക്കുള്ള GCC മേഖലയിലെ രാജ്യങ്ങളുമായി ഇറാന് യാതൊരു തർക്കവും ഉണ്ടാകേണ്ടതല്ല. സാംസ്കാരികമായി ഷിയ സുന്നി റൈവൽറി എന്നൊക്കെ നമുക്ക് ഭംഗ്യാന്തരേണ പറയാമെന്നല്ലാതെ കാര്യമായ തർക്കം ഉണ്ടാകേണ്ടതല്ല. ചില മൂപ്പിളവ് തർക്കങ്ങൾ സൗദിയും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. പക്ഷേ അത് യുദ്ധത്തിൽ കലാശിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ യുദ്ധമുണ്ടാകാനുള്ള കാരണം അമേരിക്കയുടെ പ്രസൻസ് ആണ് ഇൻ ദ റീജിയൻ. ഈ പ്രസൻസ് തുടരുന്നിടത്തോളം കാലം ചർച്ചയിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ഇറാൻ അത് തുറന്ന് പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, തൽക്കാലത്തേക്ക് ഇറാന് ഒരു സമാധാനം വേണം. അമേരിക്കയ്ക്കും ആവശ്യമുണ്ട്, ഇറാനും ആവശ്യമുണ്ട്. കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്. അമേരിക്കൻ ജനതയെ ട്രംപിനൊന്ന് ശാന്തമായി നിർത്തണം. 2, ഇറാൻ്റെ ജനതയെ ഒന്ന് അവർക്ക് ഒരു സ്വല്പം ബ്രീതിങ് സ്പേസ് വേണം. ഉപരോധം ലേശം മാറിക്കിട്ടണം. ഇപ്പോൾ എണ്ണ വിൽക്കാം എന്നതാണല്ലോ ഇപ്പോഴത്തെ ധാരണ. ഇറാൻ്റെ എണ്ണ ഉപരോധമില്ലാതെ ഗൾഫ് കടന്നുപോയി വേണമെങ്കിൽ പുറം ലോകത്ത് വിൽക്കാം, സ്വല്പം പണം ഉണ്ടാക്കാം. ഒക്കുമെങ്കിൽ ഇറാൻ്റെ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തു വെച്ച മരവിപ്പിക്കപ്പെട്ട ആസ്തികളുടെ ഒരു പങ്കെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിട്ടുകിട്ടണം. അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് ഉണ്ട് ഇറാന്. അത് നേരിടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് അമേരിക്കയ്ക്കും അറിയാം. അപ്പോൾ ഈ കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്, 2 കൂട്ടർക്കും അനന്തമായ യുദ്ധം പോകുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഇറാൻ സമാധാന മേശയിലേക്ക് വരും എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്കയ്ക്കും സമാധാന ടേബിളിലേക്ക് വരേണ്ടി വരും എന്നും ഇറാൻ അറിയാം. അത്രമാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്, അതിൽ കൂടുതലല്ല. അതിനർത്ഥം ഇവർ തമ്മിലുള്ള വൈരം മുഴുവൻ അവസാനിച്ചു എന്ന് ഒരർത്ഥവുമില്ല. നാളെ മുതൽ ഇതെല്ലാം കരാർ ഒപ്പിട്ടാലും ശരി, ഇനി ശാശ്വതമെന്ന് പറയുന്ന നൂറ്റാണ്ടിൻ്റെ കരാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു കരാറിന് നാളെ ഒപ്പിട്ടാലും പൂർണ്ണമായി അത് പാലിക്കപ്പെടും. 2 പക്ഷത്തു നിന്നും പാലിക്കപ്പെടും എന്ന് ഒരു ഉറപ്പുമില്ല. അത് മാത്രമല്ല, ഒരു ഇമ്മീഡിയറ്റ് നീഡുണ്ട് ഇറാന്. 4-ാം തീയതി മുതൽ, ജൂലൈ 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുന്ന വിശാലമായ ഒരു പദ്ധതിയല്ല, ഒരു ശവസംസ്കാര ചടങ്ങ്. അയത്തുള്ള അലി ഖൊമേനിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന വിപുലമായ ഒരുക്കങ്ങൾ, അതിനെ ഒരു രീതിയിലും ഇപ്പോൾ നടക്കുന്ന യുദ്ധം ബാധിച്ചുകൂടാ. അതുകൊണ്ട് ഇറാൻ ഒരു കാരണവശാലും വലിയ പ്രകോപനങ്ങൾ ഈ ആഴ്ച സൃഷ്ടിക്കില്ല. അത് ജൂലൈ 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ജൂലൈ 10 വരെയെങ്കിലും ഉള്ള സമയത്ത് ഒരു പ്രകോപനവും ഇറാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 2 കോടിയോളം ജനങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഭൗതിക ശരീരം ടെഹ്റാനിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ടെഹ്റാൻ്റെ തൊട്ട് കിഴക്ക് ഉള്ള ഖ്വാം എന്ന നഗരത്തിൽ അതുമായി ബന്ധപ്പെട്ട ശവസംസ്കാര ശുശ്രൂഷ ഒരു ഭാഗം നടക്കുകയും പിന്നീട് മഷാദ് എന്ന് പറയുന്ന മസ്ഹാദ് ആ നഗരത്തിൽ, അതാണ് ഖൊമേനിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്, അവിടെ ഖബറടങ്ങുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതിനിടയിൽ വലിയ ഒരു പൊട്ടിത്തെറി ഒരു രീതിയിലും ആശാസ്യമല്ല. പക്ഷെ അതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് അടിയും തിരിച്ചടിയും ഉണ്ടായത്. അപ്പോൾ ഇറാൻ ഒരു സന്ദേശം കൊടുക്കുകയാണ്, ഇത്രയും ഹാർഡ് പ്രസ്ഡ് ആണെങ്കിലും തങ്ങളെ പ്രകോപിപ്പിച്ചാൽ, ഹോർമോസ് വിഷയത്തിൽ തങ്ങളെ പ്രകോപിപ്പിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കും എന്നതിൻ്റെ സൂചനയും നൽകി. അതുകൊണ്ട് 2 രാജ്യങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു, ഖത്തർ ആൻഡ് കുവൈറ്റ്. ഇതെല്ലാം കാട്ടുന്നത് സമാധാനം ഇപ്പോഴും മരീചിക തന്നെയാണ്. ഇപ്പോൾ നടക്കുന്നത് തൽക്കാലത്തേക്ക്, ഇനി ഒരു ആത്യന്തിക ഷോഡൗണിന് മുൻപ് തൽക്കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. ഇനി കൊടുങ്കാറ്റ് വന്നാൽ തന്നെ അത് അവസാനിക്കില്ല, അത് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ പോകും. ഇവിടെ വേണ്ടത് അമേരിക്കയുടെ സേനാതാവളങ്ങളിൽ പുനഃപരിശോധന ആവശ്യമായി വരും ഗൾഫ് രാജ്യങ്ങളിൽ. അതുപോലെ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. ഇസ്രായേൽ പാലസ്തീൻ വിഷയം അവസാനിക്കുകയും പാലസ്തീൻ സ്വതന്ത്ര പരമാധികാര രാജ്യമായി മാറുകയും ഇസ്രായേലിനെ പാലസ്തീൻ അംഗീകരിക്കുകയും വേണം. ഇത് രണ്ടും ഒരേ ശ്വാസത്തിൽ ഞാൻ എക്കാലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും അക്കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ പാടില്ല. അതെൻ്റെ വിശ്വാസമാണ്. എപ്പോഴും ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. പലസ്തീൻ ജനതയ്ക്ക് ഒരു സ്വന്തം രാജ്യമുണ്ടാവണം. ആ രാജ്യത്തെ പലസ്തീൻ, ഏത് പേരും വിളിക്കട്ടെ, പലസ്തീൻ എന്നോ മറ്റേതെങ്കിലും പേരോ വിളിക്കട്ടെ, ഇസ്രായേൽ ആ രാജ്യത്തെ അംഗീകരിക്കണം. അതേപോലെ തന്നെ പലസ്തീൻ ജൂതരാഷ്ട്രമായി ഇസ്രായേലിനെ തിരിച്ചും അംഗീകരിക്കണം. അത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റാർക്കും ഇടപെടാനുള്ള സ്കോപ്പില്ല അവിടെ. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഒരു തർക്കവുമില്ല. അത് അമേരിക്കൻ താവളങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമുള്ള തർക്കമാണ്. അപ്പം ഇവിടെ അബ്രഹാമിൻ്റെ പേരിൽ വേണമെങ്കിൽ വീണ്ടും വീണ്ടും എല്ലാ രാജ്യങ്ങളും ഇസ്രായേലുമായി കരാർ ഒപ്പിടട്ടെ, അതിനെന്താ കുഴപ്പം?
സമാധാനം പുലരുമെങ്കിൽ നടത്തിക്കൊള്ളട്ടെ, വേണമെങ്കിൽ ഇറാനും ഇസ്രായേലുമായിട്ട് ഒപ്പിടട്ടെ, അതൊന്നും നടക്കുന്ന കാര്യമല്ലായിരിക്കും. പക്ഷേ അങ്ങനെയാണ് സംഘർഷമായിരുന്നത്. ഒരു ബാഹ്യ ശക്തി അതാരായിക്കൊള്ളട്ടെ, അമേരിക്കയോ ഫ്രാൻസോ റഷ്യയോ ചൈനയോ ഏത് ബാഹ്യശക്തിയും, അവിടെ ഈ ബാഹ്യശക്തികൾക്കൊന്നും ഗൾഫ് മേഖലയിൽ കാര്യമില്ല. അത് ഒറ്റക്കെട്ടായി ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലും ചേർന്ന് പറയേണ്ടതാണ്, ഇറാനും ചേർന്ന് പറയേണ്ടതാണ്. കടക്ക് പുറത്ത് എന്ന് അന്യശക്തികളോട് പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ തങ്ങൾ നോക്കിക്കൊള്ളാം എന്ന ഉറപ്പാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഒറ്റ വിഷയമേ ഉള്ളൂ, ഇസ്രായേൽ എന്നത് ആണവരാജ്യമാണ്, മറ്റൊരു രാജ്യത്തിനും ആണവശക്തിയില്ല ആ പ്രദേശത്ത്. പിന്നെ ഉള്ളത് പാകിസ്ഥാനാണ്, അങ്ങ് കിഴക്ക് മാറി കിടക്കുന്ന പാകിസ്ഥാനാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ചില ഉറപ്പുകൾ കൊടുക്കാൻ കഴിയണം. ഇസ്രായേൽ അതിൻ്റെ ആണവ പദ്ധതി മറ്റ് രാജ്യങ്ങൾക്കെതിരെ, അത് ഇറാനെതിരെയോ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയോ ഉപയോഗിക്കാൻ പാടില്ല എന്ന ശക്തമായ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് കൂടുതൽ ആണവ പദ്ധതിയിലേക്ക് പോകാതെ ഇരിക്കാൻ കഴിയും. ഇറാൻ്റെ ആണവ പദ്ധതിയും ഒരുപക്ഷെ ആ വഴി സമാധാനത്തിന് വേണ്ടി ഉള്ള ഊർജ്ജോത്പാദനത്തിന് വേണ്ടി മാത്രം പരിമിതപ്പെടുത്താനും കഴിയും. അതല്ലാതെ ഒരു സമാധാന ചർച്ചയും നടക്കില്ല. ചർച്ചകൾ നടക്കും, ചതഞ്ഞ് മുന്നോട്ട് പോകുന്ന ചർച്ചകളായിരിക്കും. അന്തിമമായി ഒരു നാൾ ഒപ്പിടും. അതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്നതിനപ്പുറം മനസ്സുകളുടെ ഒരുക്കവും സമാധാനവും അവിടെ ഉണ്ടാകാൻ സാധ്യത ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. അതിനുള്ള സൂചനകളാണ് കഴിഞ്ഞ മാസങ്ങളുടെ, പ്രേക്ഷകരൊന്നും ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ മാസങ്ങൾ നടന്ന ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ നടന്ന ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും. ഒരു സമാധാനം ആഗ്രഹിക്കുന്നു എന്ന സൂചന രണ്ടു പക്ഷത്തുമില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു, GCCയിലെ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. അവരുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആത്യന്തികമായി സമാധാനം ഉണ്ടാകണം. കരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാധാനം പുലരണം. ഇതാണ് പൊതുവേ ഉള്ള ചിന്താഗതി. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി സാറേ. ഇനി നമുക്ക് ഈ ഒബാമ കാലത്തെ കരാറും ഇപ്പോഴത്തെ താൽക്കാലിക കരാറും ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.